സ്വാഗതം കട്ട് ആൻഡ് റീഡിലേക്ക്. എങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ ഒരു പരിപാടി സംഘടിപ്പിക്കാം, എങ്ങനെ എത്രമാത്രം പണം തട്ടാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് കലൂർ സ്റ്റേഡിയം അപകടം. 12,000 പേരുടെ ഭരതനാട്യം, ഗിന്നസ് റെക്കോർഡ് തുടങ്ങിയ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട കലാകാരികളെ പിന്നിലേക്കൊതുക്കി ഒരു ഫോട്ടോയ്ക്കുള്ളിലെ കേവലം കുത്തുകളാക്കി അവശേഷിപ്പിച്ച ഒന്ന്. അതിനെല്ലാം ഉപരി ഇന്നും വെന്റിലേറ്ററിൽ തുടരുന്ന ഉമാ തോമസ് MLA വേദനയുടെ ആകെത്തുക. ഡിസംബർ 30 ഞായറാഴ്ച വൈകിട്ടായിരുന്നു കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടി. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 പേർ അണിനിരക്കുന്ന ഭരതനാട്യം. മൃദംഗവിഷനാണ് പരിപാടിയുടെ സംഘാടനം. സിനിമാ താരവും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയെ മുന്നിൽ നിർത്തി 11,999 പേർ പങ്കെടുക്കുന്ന നൃത്ത പരിപാടിയുടെ ഉദ്ഘാടനത്തിന് തൊട്ടു മുൻപാണ് ഗാലറിയിലേക്ക് ഉമാ തോമസ് MLA എത്തുന്നത്. മന്ത്രി സജി ചെറിയാൻ അടക്കം വേദിയിലുണ്ട്. സ്റ്റേജിലേക്ക് കയറിയ ഉമാ തോമസ് ആദ്യം ഒരു സീറ്റിൽ ഇരിപ്പുറപ്പിക്കുന്നു. എന്നാൽ GCDA ചെയർമാൻ അവരോട് മറ്റൊരു കസേരയിലേക്ക് മാറിയിരിക്കാൻ ആവശ്യപ്പെടുന്നു. തുടർന്ന് അവർ മറ്റൊരു കസേരയിലേക്ക് മാറിയിരിക്കാൻ എഴുന്നേൽക്കുന്നു. 2 അടി മുന്നോട്ട് വെച്ചപ്പോൾ ഉമാ തോമസിന് കാലിടറിയപ്പോൾ അവർ വീഴാതിരിക്കാൻ പിടിച്ചത് ഒട്ടും ഉറപ്പില്ലാത്ത വെറും ഇരുമ്പു പൈപ്പിൽ റിബൺ കെട്ടിയ ബാരിക്കേഡിൽ. അടുത്ത നിമിഷത്തിനകം അവർ ബാരിക്കേഡോടെ താഴേക്ക് പതിച്ചു. ഏകദേശം 12 അടി താഴ്ചയിലേക്കായിരുന്നു വീഴ്ച. ഇത് വീഴ്ചയുടെ ആഘാതം കൂട്ടി. മുഖമടിച്ച് നിലത്ത് വീണവർക്ക് ഗുരുതര പരിക്കേറ്റു. രക്തം വാർന്നൊഴുകി അവരെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. ഇത്രയുമാണ് അന്ന് സംഭവിച്ചത്. ഗുരുതരമായ ഈ വീഴ്ച കണ്ടില്ലെന്ന് നടിക്കുന്ന നിലപാടാണ് ആദ്യം GCDA എടുത്തത്. സംഘാടകരാണ് പ്രശ്നം വരുത്തിവെച്ചവരെന്ന് വാദിച്ച് അവർ ഒഴിഞ്ഞു മാറി. ഒടുക്കം മൃദംഗവിഷൻ ഡയറക്ടർ നികോഷ് കുമാർ അറസ്റ്റിലാകുന്നത് വരെ എത്തി കാര്യങ്ങൾ. പ്രശ്നങ്ങളെ നിസാരവൽക്കരിച്ച് കൈ കഴുകി ഒളിച്ചോടാൻ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഉന്നത വൃത്തങ്ങൾ ശ്രമിക്കുമ്പോൾ എല്ലാവരിലും അവശേഷിക്കുന്ന 100,000 ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാം ഉത്തരം കിട്ടിയേ പറ്റൂ. താഴേക്ക് വീണ് ചോര വാർന്നു കിടക്കുന്ന ഉമാ തോമസിനെ എടുത്തുകൊണ്ടുപോകുന്നതിന്റെ ദൃശ്യം അതിനേക്കാൾ ഭയാനകവും ഞെട്ടിപ്പിക്കുന്നതുമായിരുന്നു. തലയ്ക്കും നെഞ്ചിനും ഗുരുതര പരിക്കേറ്റ് ചോര വാർന്നൊഴുക്കുന്ന അവരെ തൂക്കിയെടുത്തു കൊണ്ടുപോകുന്നതിന്റെ യുക്തിയില്ലായ്മ ഏത് കൊച്ചുകുഞ്ഞിനും മനസ്സിലാകും. പ്രാഥമിക ചികിത്സ നൽകാൻ മതിയായ ആളുകളോ എന്തിന് ഒരു സ്ട്രെച്ചർ പോലുമോ കരുതാത്ത സംഘാടന മികവ്. ജീവന് വേണ്ടി മല്ലിടുന്ന ഒരു രോഗി ആംബുലൻസിന് വേണ്ടി കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥ. ആംബുലൻസ് എത്തിയപ്പോൾ അവരെ അതിലേക്ക് പ്രവേശിപ്പിക്കുന്നതും പഴയപടി. ഈ അലംഭാവം അവരുടെ സ്ഥിതി കൂടുതൽ വഷളാക്കി എന്നതാണ് വാസ്തവം. ഇത്രയും വലിയ പിഴവിന് ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതിൽ സർക്കാരിനുള്ള പങ്ക് ഒരിക്കലും തള്ളിക്കളയാൻ പാകത്തിലുള്ള ഒന്നല്ല. എല്ലാം സംഘാടകരുടെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. ഈ സംഭവങ്ങൾക്ക് ശേഷം പരിപാടിയുടെ സുരക്ഷാ വീഴ്ചയെപ്പറ്റി ആരായുന്ന മാധ്യമപ്രവർത്തകനോട് കൊച്ചി മേയർ പറഞ്ഞത്, ഞാൻ ഈ പരിപാടി അറിയുന്നത് പരിപാടിയുടെ 2 ദിവസം മുമ്പ് തന്നെ ക്ഷണിച്ചപ്പോഴാണെന്നാണ്. അതായത് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ട്. നഗരമധ്യത്തിൽ ഇത്രയും വലിയ പരിപാടി നടക്കാൻ പോകുന്ന വിവരം അറിയാത്ത പാവം മേയർ. ഒന്ന് പോയേക്കാം എന്ന് പറഞ്ഞു പോയത് തന്റെ വിനയം എന്ന മട്ടിൽ തലയെടുപ്പോടെ നിൽക്കുന്ന മേയർ. പരിപാടിയുടെ സംഘാടനത്തിൽ പിഴവില്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. ബാരിക്കേഡ് സുരക്ഷ ഒരുക്കുന്നതിലാണത്രേ വീഴ്ച സംഭവിച്ചത്. അപ്പൊ ഈ സംഘാടനം എന്നത് എന്താണെന്ന് പോലും അറിയാത്ത മന്ത്രിയാണോ സജി ചെറിയാൻ? ഏതായാലും ഇതെന്താ വെള്ളരിക്കാ പട്ടണമോ എന്ന് ചോദിക്കാൻ തോന്നുന്നത് കട്ട് ആൻഡ് റൈറ്റിന് മാത്രമാവില്ല. അതായത് ഇവർക്ക് വേറെ എന്താണ് പണി എന്ന് ചോദിച്ചാലും വലിയ അതിശയോക്തി ഉണ്ടാവില്ല. ഇനി അടുത്തത് സംഭവം മറ്റൊരു ദിശയിലേക്ക് മാറി സഞ്ചരിക്കാൻ തുടങ്ങി എന്നതാണ്. ഒരു അപകടത്തോടെ പല അഴിമതിക്കഥകളും പുറത്തു വരാൻ തുടങ്ങി. മാധ്യമങ്ങൾ വിഷയം ഏറ്റെടുത്തു, ചർച്ചകൾ കൊഴുത്തു. ഉടനെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലെത്തി. സംഘാടന നാടകവും പണപ്പിരിവും ഒളിച്ചു കടത്തുന്ന ഒരു വമ്പൻ പരിപാടിയുടെ ആസൂത്രണ മികവ് എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കലാകാരന്മാരെ ചൂഷണം ചെയ്ത് കൊള്ള നടത്തിയ ധനാഢ്യന്മാരുടെ ലക്ഷ്യം തെളിവു സഹിതം പുറത്തു വന്നു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടിയുടെ പേരും പറഞ്ഞ് 11,999 വരുന്ന കുട്ടികളുടെയും കുടുംബത്തിന്റെയും പക്കൽ നിന്നും ഫീസ് ഇനത്തിൽ മാത്രം പിടിച്ചെടുത്തത് 4 കോടിയോളം രൂപയാണ്. അതായത് ആളൊന്നിന് 3,500 രൂപ മുതൽ 4,000 രൂപ വരെ. സാരിയുടെ പേരിൽ മാത്രം ഉണ്ടാക്കിയത് കോടികൾ. കല്യാണുമായി ഉണ്ടാക്കിയ കരാർ മുഖേന നേടിയെടുത്തത് കോടിക്കണക്കിന് രൂപ. വിവാദങ്ങൾ കല്യാൺ സിൽക്സിന്റെ പേരിൽ വരാൻ തുടങ്ങിയപ്പോൾ ടീം കല്യാൺ രംഗത്തെത്തി. തങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടെന്നും സാരി ഇനത്തിൽ ആളൊന്നിന് 390 രൂപയാണ് തങ്ങൾ വാങ്ങിച്ചതെന്ന് അവർ വ്യക്തമാക്കി. ഇതോടെ കൊള്ള നൃത്തത്തിന്റെ കൊള്ള പുറത്തു വന്നു.
390 രൂപയ്ക്ക് കല്യാൺ ആളുകൾക്ക് നൽകിയ ഭരതനാട്യത്തിന്റെ സാരിക്ക് സംഘാടകർ ഈടാക്കിയത് ഒന്നിന് 1600 രൂപ. അതായത് ഈ ഇനത്തിൽ മാത്രം മൃദംഗവിഷൻ ഉണ്ടാക്കിയത് 1 കോടിയിലധികം തുക. ഇതിനു പുറമെ ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള പോർട്ടലുകൾ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ 2-2.5 കോടി രൂപ വേറെയും ഉണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ 9 കോടിയോളം രൂപ നൃത്ത പരിപാടി എന്ന ഈ ഒരൊറ്റ പേരിൽ മൃദംഗവിഷൻ ഒപ്പിച്ചെടുത്തു. ഇത്രയും തുക കിട്ടിയിട്ടാണ് സുരക്ഷാ മാനദണ്ഡങ്ങളെ മൃദംഗവിഷൻ ചില്ലറ പൈസയിൽ ഒതുക്കി കളഞ്ഞത് എന്നാണ് കൗതുകകരം. ഇനി അടുത്തതാണ്, ഒരു ഗിന്നസ് റെക്കോർഡിന്റെ പേരും പറഞ്ഞ് പണം തട്ടിപ്പ് നടത്തിയത് അത്ര ചെറിയ കാര്യമായി തള്ളിക്കളയാനാവില്ല. ദിവ്യ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് മാത്രമാവും ഇവർ പണം വാങ്ങിക്കാതിരുന്നത് എന്നത് മാത്രമാണ് ആലോചിച്ചാൽ പിടികിട്ടുന്ന ഒരു സത്യം. ഒരു പരിപാടിയുടെ പേരും പറഞ്ഞ് നിരവധി പേരെ പറ്റിക്കുന്നതും ഭയാനകമാണ്. ഇനി മറ്റൊന്ന് അവർ മനസ്സിലാക്കാതെ പോയൊന്ന് കലയുടെ മൂല്യമാണ്. കലയുടെ അവതരണം എന്നത് എപ്പോഴും ആർക്കും എപ്പോൾ വേണമെങ്കിലും എടുത്തണിയാനും ആളുകൾക്ക് മുമ്പിൽ എപ്പോൾ വേണമെങ്കിലും കെട്ടിയാടാനുമുള്ള ഒന്നല്ല. കലയുടെയും കലാകാരന്റെയും മൂല്യം ചോരാതെ വേണം അത് അവതരിപ്പിക്കാൻ. അവിടെ മാത്രമേ ഉത്തമമായ ഒരു സൃഷ്ടി ഉണ്ടാകൂ. ഇനി മറ്റൊന്ന്, കലയ്ക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന വസ്തുതയാണ്. കലൂരിൽ ദിവ്യ ഉണ്ണിയെ മുൻനിർത്തി അവതരിപ്പിച്ച പരിപാടി അവർക്ക് ഫെയിം ആകാൻ ഇനിയും ഒരു അവസരം എന്നതിനപ്പുറത്ത് യാതൊരു മൂല്യവും അർഹിക്കാത്ത ഒന്നായിരുന്നു. 12,000 പേർ അണിനിരക്കുന്ന നൃത്തം എന്ന് പറഞ്ഞ് ദിവ്യ ഉണ്ണിയെ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കിയുള്ളവരെ എത്രയോ പിറകിൽ നിർത്തിയ ദൃശ്യം പരിഹാസ്യ വിധേയമായി പോയി. ഗിന്നസിന്റെ ഭാഗമാവുക എന്ന ലക്ഷ്യത്തോടെ അണിനിരന്നവർ ഒന്നുമല്ലാതായി തീർന്ന ദൃശ്യം. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കൾ പിന്നീട് പരിപാടിയുമായി ബന്ധപ്പെട്ട് തങ്ങളിൽ നിന്നും ഈടാക്കിയത് വൻ തുകയാണെന്നും ചില നൃത്താധ്യാപകർ ഇത് ചോദ്യം ചെയ്തപ്പോൾ സംഘാടകരിൽ നിന്നും ഉണ്ടായത് മോശം അനുഭവമാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നു. പല വിധത്തിലും പല കലാകാരന്മാരും പല ചൂഷണങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവയ്ക്കൊന്നും കൃത്യമായ പരിഹാരം കാണാത്ത ഒരു ഇടതുപക്ഷ സർക്കാരാണ് കലയെ കോമാളി വേഷം കെട്ടിച്ചതും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് കുടപിടിക്കുന്നതും. കേരളീയം എന്ന പരിപാടിയിൽ ആദിവാസി കലയെ പ്രദർശന വസ്തുവാക്കി അവരെ മ്യൂസിയം കണക്കെ കാഴ്ച വസ്തുക്കളാക്കി തീർത്ത സർക്കാരിന്റെ സംഘാടന മികവ് കണ്ട മലയാളി ഒരുപക്ഷെ ഇതിൽ ചിലപ്പോൾ ഞെട്ടില്ലായിരിക്കാം. അങ്ങനെ എപ്പോഴും ഞെട്ടേണ്ട കാര്യമില്ലല്ലോ.